ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാത്തൂൻ ഒമാനിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ ഞങ്ങളൊക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ 1 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു 15 ദിവസത്തെ അവധിയെടുത്ത് വരുന്നതാണേ. അപ്പോൾ താമസം തുടങ്ങിയിട്ട് ഒരു 2 വർഷം ആയിട്ടുണ്ട് ഒമാനിൽ. പക്ഷേ ഇപ്പോൾ അവധി കഴിഞ്ഞ് പോയിട്ട് 1 മാസമേ ആയുള്ളൂ. പിന്നെ ഞങ്ങളിത് എയർപോർട്ടിൽ വിളിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5-5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും അവൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗത ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എയർപോർട്ട് കാണാൻ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. എനിക്ക് വിദേശത്ത് പോകാനും ഭയങ്കര താല്പര്യമാണ്. ഇതുവരെ എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഭാഗ്യം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇവിടെ ഞാനും മക്കൾ മാത്രമാണ് ഫ്ലൈറ്റിൽ കയറാത്തത് കേട്ടോ. ഇവിടെ ഏട്ടനും അമ്മയെല്ലാവരും കയറിയിട്ടുണ്ട്. ഞാനും മക്കൾ മാത്രമാണ് കയറാത്തത്. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളെ ഫ്ലൈറ്റിൽ കയറ്റാമെന്ന്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ആദ്യം എടുത്തപ്പോൾ ഒന്നും ചിരിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു മൈൻഡൊന്നും ഇല്ലാതെ നിരിക്കുകയായിരുന്നേ. എന്നിട്ട് കുറേ കഴിഞ്ഞ് ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തെ ചിരിച്ചു കേട്ടോ. പിന്നെ എല്ലാവരുമായിട്ട് പിന്നെ ഭയങ്കര കമ്പനിയൊക്കെ ആയി. അവൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലാണ് കേട്ടോ. കാരണം ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ച് വീണ്ടും സർട്ടിഫിക്കറ്റിന് അപേക്ഷയൊക്കെ എഴുതി കൊടുക്കണമല്ലോ, അതിന് താമസിക്കും. അതുകൊണ്ട് ഞങ്ങളിവിടെ ഹോട്ടൽ റൂം എടുത്തിട്ട് നേരത്തെ അവൾ ജോലി ചെയ്തിരുന്ന അവിടെ പോയിട്ട് അപേക്ഷയൊക്കെ എഴുതി കൊടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തത്, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ആദ്യം 15 ദിവസത്തെ ലീവ് എടുത്തെങ്കിലും അവൾക്ക് പെട്ടെന്ന് പോകണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അധികം ലീവൊന്നും അവർക്ക് അവിടെ എടുക്കാൻ പറ്റില്ലല്ലോ, അധികം ലീവില്ല അവർക്ക്. അപ്പോൾ അവളൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ അധികം ലീവൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോകണമെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇതാ മക്കൾ കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിയമോളാണ് അമ്മ ചുമയുന്നത്. കാരണം അമ്മ എങ്ങനെ നോക്കുന്നോ അതുപോലെ അവൾ നോക്കും കേട്ടോ. കുറുക്കൊക്കെ കൊടുത്ത് അവളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടന്നോളേ. അങ്ങനെ കുറുക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അവരെന്തൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൾ കഴിക്കുന്നില്ല കേട്ടോ. കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാത്തൂൻ തന്നെ കോരി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ മക്കളും ഇത് എല്ലാവരും കൂടെ ഭയങ്കര കളിയാണ്. നേട്ടം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ലിയോൻ്റെ അടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ലിയോൻ്റെ കവളൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനമാണ് കേട്ടോ. കുട്ടിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, അത്രയ്ക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കളുമായിട്ടൊക്കെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ഏതാ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും പിന്നെ ഡാൻസ് കളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇനി കുഞ്ഞിപ്പെടിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡാൻസും ലകളയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വയറ് വിശന്നിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചതല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം ഒരു കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും വടയും ചായയൊക്കെയാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് അവളെ ആ സ്ഥലത്ത് വിടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാനും ഏട്ടനും ശ്രേയക്കുട്ടിയും കൂടെയാണ് പിന്നെ ലുലു മാളിൽ പോയി കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തായിരുന്നു ലുലു മാള്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. മക്കൾ കുഞ്ഞു പെണ്ണ് വന്നതുകൊണ്ട് ലിയോൺ കുട്ടനും നീയൊക്കെ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലുലു പോണ കാര്യം അവർക്കറിയില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഇരിക്കുന്നതെന്നാണ് അവർ കരുതിയത്. അപ്പം ഞങ്ങൾ കരുതി ബ്രെഡൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ലുലുവിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ ലുലുവിൽ വന്നതാണേ. അങ്ങനെ വന്നിട്ട് ഇതാ സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പല സാധനങ്ങളും മറന്നു പോകും കേട്ടോ. വാങ്ങിക്കാനുള്ളത് പലതും മറന്നു പോകും. എന്നാൽ വാങ്ങിക്കേണ്ടാത്ത സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും കേട്ടോ. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ പീനട്ട് ബട്ടർ വാങ്ങിക്കണമായിരുന്നു, അതെടുത്തു. പിന്നെ ഇതാ മോള് ഫ്രൂട്ട് ലൂപ്പില്ലേ പാലിലിട്ട് കഴിക്കുന്ന, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരു പാക്കറ്റ് എടുത്ത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എണ്ണ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ എണ്ണ എടുത്ത് ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇവിടെ വരുമെന്നും അറിയത്തില്ലല്ലോ, എങ്കിൽ ഞാൻ ലിസ്റ്റ് എഴുതി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ലിസ്റ്റൊന്നും എഴുതാത്തതുകൊണ്ട് വീട്ടിൽ തീർന്ന സാധനങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ആലോചിച്ച് ഓരോ സാധനങ്ങളായിട്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മിന്നുവിന് ആപ്പിൾ വാങ്ങിക്കണമായിരുന്നു. അപ്പം മിന്നുവിന് ഞാൻ ആപ്പിളാണ് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ നോക്കി പിന്നെ നല്ല മാമ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ മാമ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാമ്പഴം
മാമ്പഴമൊക്കെ എടുത്തു. മാമ്പഴമൊക്കെ പല വെറൈറ്റി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഏതാണ് മധുരമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല കേട്ടോ ഏതാണ് മധുരമുള്ളത്. പിന്നെ ഞാൻ കാണാൻ ഭംഗിയുള്ളത് നോക്കി കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഇതാ പാഷൻ ഫ്രൂട്ടില്ലേ, നല്ല മധുരമാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മൂന്നാർ പോയപ്പോൾ അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൃഷിയായിരുന്നു ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അവിടെ റേറ്റും കുറവായിരുന്നു. 1 കിലോ 50 രൂപ എങ്ങാനേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റായിരുന്നു. നമ്മുടെ ലുലു മാളിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പാഷൻ ഫ്രൂട്ട്. അങ്ങനെ പിന്നെ അതും വാങ്ങിച്ചിട്ട് പിന്നെ ബ്രെഡിൻ്റെ സെക്ഷനിൽ പോയി. പിന്നെ ഞാൻ കുറച്ച് അലുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ സെക്ഷനിൽ പോയപ്പോഴത്തേക്കും അവിടെ ബ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 9:30 മണിക്കൊക്കെ എന്തോ ആണ് ലുലുവിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ ബ്രെഡ് പിന്നെ ആയപ്പോൾ പിന്നെ അതൊരു 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും പീനട്ട് ബട്ടറുമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് കണ്ടാലും ബ്രെഡ് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ മിക്ക കടകളിലും ഇങ്ങനെ നമ്മുടെ ആട്ടയുടെ ബ്രെഡ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രം വരുമ്പോൾ ഇവിടെ തന്നെ കയറുന്നത്. പിന്നെ ഈ ഒരു സാമ്പാറില്ലേ, നമ്മുടെ ലുലുവിലുള്ള സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ സാമ്പാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഒരു തവണ സാമ്പാർ വാങ്ങിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നീട് 2 പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയില്ല. എന്നാലും ഞാൻ ടേസ്റ്റ് കാണുമെന്ന് പറഞ്ഞ് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ടിൽ കരിക്കവും വെള്ളവും കുടിച്ച് ഇതാ ട്രോളി ഉറ്റിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ നിയക്കുട്ടിയും ലിയോൺ കുട്ടനും കാണണമെങ്കിൽ എന്നെ കൊല വിളിക്കും. കാരണം അവരെയും വിളിക്കാതെയാണ് ഞങ്ങൾ ലുലുവിൽ വന്നത്. അപ്പോൾ ഞാൻ ഏട്ടനോട് അത് പറഞ്ഞ് ഞാൻ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇതാ സാധനങ്ങളൊക്കെ ഒന്ന് ഡിക്കിയിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മോൾ അവിടെ നിന്ന് ഷേക്ക് എടുക്കുക. കാരണം ഞാനൊരു ക്യാഷിനിട്ടും പിന്നെ മിൽക്കെല്ലാം ചേർന്ന് ഒരു ഷേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൾ ചോദിച്ച് അത് ഇരിക്കുന്നതാണ്. അങ്ങനെ ഇതാ കാറിനകത്ത് കയറി. ഇനി അവരെയും വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷേക്ക് ഭയങ്കര ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊന്നും ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവർ ഈ കളർ വെള്ളം എന്തോ ആണ് വാങ്ങിച്ചത്. ഈ കളറിലിരിക്കുന്ന ഓരോരോ വെള്ളങ്ങളില്ലേ, അതൊക്കെയാണ് വാങ്ങിച്ചത്. ഞാൻ ഈ ഒരു ഷേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏട്ടൻ കുടിച്ച് നോക്കിയപ്പോഴത്തേക്കും മരുന്നിൻ്റെ ചുവയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് മണപ്പിച്ച് നോക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. ഞാൻ മണപ്പിച്ച് നോക്കിയപ്പോൾ എനിക്കങ്ങനെ മരുന്നിൻ്റെ ചുവയൊന്നും തോന്നിയില്ല. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. അങ്ങനെ മോള് വാങ്ങിച്ചു കുടിച്ചപ്പോഴും അത് കൊള്ളാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവൾക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇനി അവരെയും വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. ബൈ ബൈ, സീ യു.